പാർട്ടിയിലെ വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുക്കരുതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതല്ല വിജയപരാജയങ്ങൾ. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. പാർട്ടിയിലെ വിലയിരുത്തലുകളെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്ത ശരിയല്ലെന്നും M. സ്വരാജ് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലും വിജയമുണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിൻ്റെ ഭാഗവുമല്ല. വിജയമായാലും പരാജയമായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ളൊരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്കും അതോടൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിലേക്കും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ആ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M. സ്വരാജിന്റെ പ്രതികരണം. വിജിഷ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം ഒരു കനത്ത തോൽവി. ആ തോൽവിക്ക് പരിപൂർണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയുമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങളിലെല്ലാം ഇടം പിടിക്കുകയും ചെയ്തിരുന്നത്. അതിലേറ്റവും പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതല്ല ഇത്തരം പരാജയങ്ങൾ ഇല്ലെങ്കിൽ വിജയങ്ങൾ എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് പാർട്ടി രീതിയുമല്ല. കൂട്ടായി എടുക്കുന്ന തീരുമാനം, കൂട്ടായ പ്രവർത്തനം, അതിൽ അത്തരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾ താഴെത്തട്ട് മുതൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പല ജില്ലാ കമ്മിറ്റികളിലും ഇപ്പോൾ യോഗം ചേരുന്നത്. ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി യോഗമൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അതേ തുടർന്ന് വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമായ വാർത്തകൾ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് പലതും വരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകും. സാധാരണ ഇത്തരം യോഗങ്ങൾ ചേരുന്നത് വിമർശനത്തിന് വേണ്ടിയാണ്. അത്തരം ഉയർന്ന വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ രീതി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആ വിമർശനങ്ങൾ ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ല. ആ വിമർശനങ്ങളെ വക്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും പല വാർത്തകളും വരുന്നത്. ഇല്ലാത്ത വാർത്തകൾ പോലും വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഉദാഹരണം സഹിതം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താൻ തന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതേ തുടർന്ന് വൈകിട്ട് വന്ന വാർത്തയിൽ ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത വാർത്തകൾ പോലും പുറത്തു വരുന്നു എന്നതാണ് വേറെ അത്ഭുതം തോന്നിയെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത കഥകൾ പോലും വാർത്തയാക്കുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതല്ല ഈ പരാജയ കാരണം അല്ലെങ്കിൽ ഈ കനത്ത തോൽവിയുടെ കാരണം എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. അത് കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ്. അത് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അതിന്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടി വിശദമായ ചർച്ചകളും യോഗങ്ങളും എല്ലാം ചേരുന്നത്. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ശരി ശാന്തകുമാർ, എന്തായാലും എല്ലാ തട്ടിലേക്കുമുള്ള പാർട്ടി വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. ആ യോഗങ്ങളിലുള്ള വിമർശനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേർക്ക് തന്നെയാണ്. അവിടെയാണ് ഒരാളിലേക്ക് മാത്രം ഈ പരാജയത്തിന്റെ ഭാരം അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M. സ്വരാജ് പറയുന്നത്.